വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞങ്ങൾ പാപ്പ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ആദം വിൽദാൻ്റെ 3rd ബർത്ത്ഡേ ആണ്. അതിൻ്റെ കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. കൊല്ലം ബീച്ച് റോഡിലുള്ള റാഹത്തിൽ വെച്ചായിരുന്നു ബർത്ത്ഡേ പാർട്ടി നടത്തിയിരുന്നത്. ക്ഷണിക്കപ്പെട്ട കുറച്ച് റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫംഗ്ഷന്. അങ്ങനെ ഞങ്ങളെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ നൗഫലും റുക്സാനയും മോനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന പാടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് അകത്ത് കയറി. 2nd ഫ്ലോറിലാണ് പാർട്ടിയുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ട പാടെ ആദത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതുമല്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അവന് കേക്ക് മുറിക്കൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര നിർബന്ധമൊക്കെയാണ്. എന്നാലും ആ സമയത്ത് തുള്ളിച്ചാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സിനാനെ ഐഷുവിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇതായിരുന്നു അറേഞ്ച്മെൻറ്റ്സ്. ഡെക്കോർ ചെയ്തിരിക്കുന്നത് ടൈംലി ട്രീറ്റ്സ് ആണ്. ബർത്ത്ഡേ കേക്ക് ചെയ്തു തന്നത് കരിക്കോടുള്ള അഫ്രിൻസ് ഹോം ബേക്കാണ്. അവൻ്റെ ഇതുവരെയുള്ള ബർത്ത്ഡേക്കെല്ലാം അവർ തന്നെയാണ് കേക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കേക്കൊക്കെ അവിടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വ്ളോഗ് കാണുന്നവർക്കൊരു സംശയം കാണും, ഇത് ആരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന്. ഞാൻ നൗഫൽ റുക്സാന എന്ന് പറഞ്ഞായിരുന്നല്ലോ. നൗഫൽ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ്. അപ്പോൾ അവൻ്റെ വൈഫാണ് റുക്സാന, അവരുടെ മകനാണ് ആദം. അപ്പം ഇപ്പം മനസ്സിലായി കാണുമല്ലോ, എൻ്റെ ബ്രദറിൻ്റെ മകനാണ് ആദം. അവൻ്റെ ആണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. റുക്സാന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ദ കളർ പാലറ്റ് എന്നൊരു സ്റ്റുഡിയോ കൂടി അവർക്കുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്. ആ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്ന് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മുകളിൽ അവൻ ഭയങ്കര ഓട്ടമായതുകൊണ്ട് ഫോട്ടോഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം താഴെയായിരുന്നു നമുക്ക് ഫോട്ടോസ് എല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പ്ലാൻ ബി സ്റ്റോറീസാണ്. അങ്ങനെ ഒരുവിധം ഫോട്ടോ ഒക്കെ എടുക്കാൻ അവൻ സമ്മതിച്ചു. ചിലപ്പോഴൊക്കെ ഓടിയൊക്കെ പൊക്കളയും. ആ ഒരു ഇതിൽ അവരും അതിൻ്റെ കൂടെ നിന്ന് എന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മുകളിലൊക്കെ കയറി വന്നു. ഇനി ആലിയാസ് ഹോംലി കേക്ക്സിൽ നിന്നും കുറച്ച് ഐറ്റംസ് വരാനുണ്ടായിരുന്നു. അതും ബ്രൗണീസ്, കേക്ക്സുകൾ, ഡോണറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കേക്കും ഇതാണ്. നല്ല അടിപൊളി ടെഡി ബെയറിൻ്റെ തീമൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കളറൊക്കെ സൂപ്പറായിരുന്നു. കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ ആയി. അങ്ങനെ പപ്പായും മമ്മിയും കൂടെ മോൻ്റെ കൈ പിടിച്ച് കേക്ക് മുറിക്കാൻ മുന്നേ വലിയ കാര്യത്തിരുന്നതാണ്. പക്ഷേ അവൻ സമ്മതിച്ചില്ല. അവന് നിർബന്ധം കൂടി. അവന് തനിയെ മുറിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ തനിയെ മുറിച്ചു. അങ്ങനെ കേക്കൊക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. കേക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അഫ്രിൻ ഹോം ബേക്സിലെ കേക്കായാലും ആലിയാസ് ഹോംലി കേക്ക്സിലെ ആയാലും ബ്രൗണീസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റംസ് പോയെടുത്ത് കഴിക്കാമായിരുന്നു. ഫുഡെല്ലാം നല്ല സൂപ്പറായിരുന്നു. ഫുഡ്, കേക്ക് എല്ലാം അടിപൊളിയായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആദം വിൽദാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, ലാസ്റ്റ് ബർത്ത്ഡേയുടെ അവസാനത്തെ നിമിഷങ്ങളാണിതൊക്കെ. ആ ബലൂൺസ് എല്ലാം പല വഴിയിലായി. അവരുടെ ഒരു കലാശക്കൊട്ടായിരുന്നു, അവിടെ മൊത്തം ഡാൻസും പാട്ടും ഒക്കെ ആയി. ഒരു ബഹളം തന്നെ ആയിരുന്നു മൊത്തത്തിൽ. എന്തായാലും മൊത്തത്തിൽ ആദമിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കളർഫുള്ളായിരുന്നു, ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കാം. ടാറ്റാ, ബൈ.